നമസ്കാരം. തീർത്ഥയാത്ര എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്ക് ഇന്ന് മറ്റൊരു ക്ഷേത്രവിശേഷത്തെ പരിചയപ്പെടാം. തിരുവനന്തപുരത്ത് ഒരു മധുര മീനാക്ഷി ക്ഷേത്രമുണ്ട്. നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. ഇന്ന് ആ ക്ഷേത്രത്തിലേക്കാണ് നാം തീർത്ഥയാത്ര പോകുന്നത്. അതിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞ് നമുക്ക് പോകാം. കരമനയിൽ സ്ഥിതി ചെയ്യുന്ന മധുര മീനാക്ഷി ഇന്നത്തെ തിരുവനന്തപുരം ഒരു കാലത്ത് അനന്തൻകാട് എന്നറിയപ്പെട്ടിരുന്നതാണ്. ഇവിടെയുള്ള ആറ്റിൻകരയിൽ കരമഹർഷി ഒരു ലിംഗപ്രതിഷ്ഠ നടത്തി പൂജകൾ ചെയ്തു പോന്നു. അതുകൊണ്ട് പിൽക്കാലത്ത് ആ ആറിനും ആ മഹർഷിയുടെ പേരിട്ട് കരമന ആറ് എന്ന് അറിയപ്പെട്ടു തുടങ്ങി. മഹർഷിക്ക് ശേഷം ആ ശിവലിംഗത്തിന് ഒരു പൂജാരി പൂജകൾ ചെയ്തു പോന്നു. ഒരിക്കൽ കരമനയാറ് വറ്റി നാട്ടിൽ പട്ടിണിയും പഞ്ഞവും ഉണ്ടായി. അക്കാലത്ത് പൂജാരിയുടെ സ്വപ്നത്തിൽ ഒരു അശരീരി കേട്ടുവത്രേ. ഈ ശിവൻ ഉഗ്രമൂർത്തിയായി വിളങ്ങുന്നതുകൊണ്ട് അടുത്തു തന്നെ ഒരു ദേവീ വിഗ്രഹം പ്രതിഷ്ഠിക്കണമെന്നും മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ പൊൻതാമരക്കുളത്തിൽ ഒരു ദേവീ വിഗ്രഹം മുങ്ങിക്കിടപ്പുണ്ട് എന്നും അതെടുത്തുകൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് പൂജകൾ നടത്തണം എന്നുമായിരുന്നു അശരീരി. അതുപ്രകാരം പൂജാരി മധുരയിലെത്തി കുളത്തിൽ മുങ്ങിക്കിടന്നിരുന്ന ദേവീ വിഗ്രഹം എടുത്തുകൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം. ഈ വിഗ്രഹമാകാം മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ ആദ്യകാല വിഗ്രഹം എന്നും പറയപ്പെടുന്നുണ്ട്. കരമനയിൽ ദേവിയെ പ്രതിഷ്ഠിച്ച ശേഷം ആറ്റിൽ വെള്ളം വന്ന് വെള്ളത്തിന്റെ പഞ്ഞം മാറി എന്നാണ് വിശ്വാസം. ഐതിഹ്യങ്ങൾ പറയുന്നത് ഇവിടുത്തെ ശിവന് സത്യവാഗീശ്വരൻ എന്നാണ് പേര്. ദേവിക്ക് ഗോമതി എന്നും പേരിട്ടു. കരമനയിലെ ഗോമതി ദേവിക്ക് പട്ടുവസ്ത്രം ചാർത്തി അരളിപ്പൂമാല അണിയിച്ച് വഴിപാട് നടത്താമെന്ന് നേർന്നാൽ അപകടം, രോഗം എന്നിവയാൽ ജീവന് വേണ്ടി പോരാടുന്നവർക്ക് ജീവൻ തിരിച്ചു കിട്ടുമെന്നാണ് വിശ്വാസം. നവരാത്രി കാലത്ത് ദേവിക്ക് നടത്തുന്ന ലക്ഷാർച്ചന പൂജയിൽ പങ്കെടുത്താൽ ഐശ്വര്യവും പ്രശസ്തിയും വർദ്ധിക്കുമെന്നാണ് വിശ്വാസം. കരമന വാഗീശ്വരന് ധാര വഴിപാട് നടത്തിയാൽ ഉഷ്ണരോഗങ്ങൾക്ക് ശമനം കിട്ടുമെന്നാണ്. എല്ലാ മലയാള മാസത്തിലെയും അവസാനത്തെ ഞായറാഴ്ച ഇവിടെ നടത്തുന്ന ഹോമത്തിൽ പങ്കെടുത്താൽ ആരോഗ്യകരമായ ജീവിതം വാഗീശ്വരൻ ഭക്തർക്ക് പ്രദാനം ചെയ്യുന്നതായും വിശ്വസിക്കപ്പെടുന്നു. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വാഗീശ്വരനും ഗോമതി ദേവിയും കുടികൊള്ളുന്ന കരമനയിലെ ഈ ക്ഷേത്രത്തിലെത്താം. എപ്പോഴെങ്കിലും ഈ ക്ഷേത്രത്തിൽ നേരിട്ടെത്തി ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാവർക്കും കരമന ദേവിയുടെയും വാഗീശ്വരൻ്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ക്ഷേത്രവിശേഷങ്ങളിൽ കൂടുതൽ നല്ല നല്ല വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.